CPM ഇടുക്കി ജില്ലാ സമ്മേളനത്തിന് മുന്നോടിയായി മതനിരപേക്ഷ ഇന്ത്യ നേരിടുന്ന വർത്തമാനകാല വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. ചെറുതോണിയിൽ വെച്ച് നടന്ന സെമിനാർ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ ഉദ്ഘാടനം ചെയ്തു. CPM 24ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ് മതനിരപേക്ഷ ഇന്ത്യ നേരിടുന്ന വർത്തമാനകാല വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം റോമിയോ സെബാസ്റ്റ്യൻ അധ്യക്ഷനായിരുന്നു. സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. എന്താണ് മതനിരപേക്ഷത? സ്വാമി വിവേകാനന്ദൻ മതനിരപേക്ഷതയ്ക്ക് അഥവാ മതേതരത്വത്തിന് ഡെഫിനിഷൻ കൊടുത്തു. ആ ഡെഫിനിഷൻ ഇങ്ങനെയാണ്: ഒരു വിശ്വാസി അവന്റെ വിശ്വാസ പ്രമാണങ്ങളെക്കുറിച്ച് അവൻ വിശ്വസിക്കുന്ന ആരാധനാമൂർത്തിയുടെ മുമ്പിൽ വാചാലമായി സംസാരിക്കാൻ അവകാശമുള്ളതുപോലെ ഒരു അവിശ്വാസിക്ക് അവന്റെ ധാരണകളെക്കുറിച്ച് പറയാനുള്ള അവകാശം അംഗീകരിക്കപ്പെടുമ്പോഴാണ് രാജ്യത്ത് മതേതരത്വം പുലരുക. ഇതാണ് സ്വാമി വിവേകാനന്ദൻ ഇതിന് കൊടുത്ത ഡെഫിനിഷൻ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വായിച്ചിട്ടുള്ള ആളുകളാണ് വേദിയിലും സദസ്സിലും. ആ ഭരണഘടനയുടെ ആമുഖത്തിൽ അതിൻ്റെ പ്രിയാമ്പിളിൽ ആദ്യം സൂചിപ്പിക്കുന്ന വാചകം വി ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, നമ്മൾ ഇന്ത്യക്കാർ. തൊട്ടടുത്ത് ആ ഭരണഘടനയുടെ ആമുഖത്തിൽ ഏറ്റവും സുപ്രധാനമായ ഒരു വാചകം കൊടുക്കുന്നു. അതാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതം ഒരു മതനിരപേക്ഷ ജനാധിപത്യ സ്ഥിതിസമത്വ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ ഭരണം. ജില്ലാ സെക്രട്ടറി CV വർഗീസ് വിഷയാവതരണം നടത്തി. CPI സംസ്ഥാന കൗൺസിൽ അംഗം KK ശിവരാമൻ, KPCC നിർവാഹക സമിതി അംഗം AP ഉസ്മാൻ, SNDP മലനാട് യൂണിയൻ പ്രസിഡന്റ് ബിച്ചു മാധവൻ, ഇടുക്കി യൂണിയൻ പ്രസിഡന്റ് സുരേഷ് കോട്ടയ്ക്കകത്ത്, ഫാദർ മനോജ് വർഗീസ് ഈരാച്ചേരിൽ, കത്തോലിക്ക കോൺഗ്രസ് ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജോർജ് കോയിക്കൽ, KP മേരി, KG സത്യൻ, PB സബീഷ് തുടങ്ങിയവർ സെമിനാറിൽ പങ്കെടുത്തു.